പ്രിയപ്പെട്ടവരെ, LPST റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എൻട്രി ഒരു ഓൺലൈൻ വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിരവധി ജില്ലയിലെ ഒന്നാം റാങ്കുകൾ നമ്മുടെ എൻട്രിയിലൂടെ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ്. കൂടാതെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അവരുടെ റാങ്കുകൾ നമ്മെ അറിയിച്ചു കഴിഞ്ഞു. ഇനിയും കുറെ അധികം പേര് നമ്മളെ അറിയിക്കാനുമുണ്ട്. അങ്ങനെ എൻട്രി ഒരു ഓൺലൈൻ വിപ്ലവത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. അതിൽ എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് പത്തനംതിട്ട ജില്ലയിലെ ഒന്നാം റാങ്കുകാരിയായ രേവതി ഗോപാൽ. 2010 PSC പഠനം നിർത്തി ഹസ്ബൻഡിനോടൊപ്പം ഗൾഫിലേക്ക് പോവുകയും 3 മക്കളുടെ അമ്മ കൂടിയായ ഈ രേവതി ഒരിക്കൽ എൻട്രിയുടെ ഒരു യൂട്യൂബ് ചാനലിലെ മോട്ടിവേഷൻ വീഡിയോ കണ്ടാണ് പഠനം വീണ്ടും പുനരാരംഭിക്കുന്നത്. തുടർന്ന് കേറ്ററ്റ് എഴുതിയെടുക്കുകയും ആദ്യം എൻട്രിയുടെ നോർമൽ ബാച്ചിൽ ചേരുകയും പിന്നീട് പരീക്ഷ അടുത്തപ്പം എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ ചേർന്ന് ഡെഡിക്കേഷനോടുകൂടി പൂർണ്ണമായും പഠിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഒന്നാം റാങ്കുകാരി എന്ന അഭിമാനത്തോടു കൂടി പറയാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള പഠനമാണ്. ഇത്രയും നീട്ടിവെച്ച പഠനം വീണ്ടും പുനരാരംഭിച്ചിട്ട് ഒന്നാം റാങ്കുകാരി എത്തിയെങ്കിൽ അത് അഭിമാന നിമിഷം തന്നെയല്ലേ രേവതിക്ക്? അങ്ങനെ ഈ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പലതരത്തിലുള്ള അനുഭവ കഥകൾ ഇപ്പോൾ പറയുന്നത്. ഏറ്റവും നല്ല റാങ്ക് നേടിയപ്പം അവർ പഠിച്ച കഥകൾ പറയുന്നത്. ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ പല സ്കൂളിലും വർക്ക് ചെയ്ത് രാത്രി മാത്രം വന്നിരുന്ന് പഠിച്ചവരുണ്ട്, പാർട്ട് ടൈം ജോലിക്ക് പോയവർ പഠിച്ചവരുണ്ട്, അതുപോലെ ഉച്ചയ്ക്കും ഒക്കെ അടുക്കളയിൽ ഇരുന്നും വീഡിയോ ഓണാക്കിയും റെക്കോർഡ് ചെയ്തും ഒക്കെ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഓൺലൈൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഓൺലൈൻ വിപ്ലവം. അവർ ഓൺലൈനിലൂടെ മാത്രം പഠിച്ച് നേടി എന്നുള്ള അനുഭവ കഥകൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അവരുടെ റാങ്ക് വന്നപ്പോൾ അവരുടെ കഥകൾ കേട്ട് ഞാൻ തന്നെ കോരിത്തരിച്ചുപോയി. ആ ഒരു സമയത്ത് അവർ പഠിക്കുന്ന ഒരു രീതി പുറംലോകം അറിഞ്ഞില്ല. പക്ഷേ ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റ് വന്നപ്പം അവരുടെ അഭിമാനവും അവരുടെ നേട്ടങ്ങളും ആ അനുഭവ കഥകളും ഞങ്ങളോട് പങ്കുവെച്ചു. അതാണ് ഓൺലൈൻ വിപ്ലവം എന്ന് തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് നിങ്ങളടുത്ത്. അധ്യാപനം എന്ന മോഹവുമായി ഇറങ്ങിത്തിരിച്ച കുറേ അധികം പേരാണ് ഏറ്റവും മികച്ച റാങ്ക് ലിസ്റ്റിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ? നിങ്ങൾ എന്തായാലും ഈ ഒരു കോഴ്സ് എടുത്തെങ്കിൽ ഒന്നുകിൽ TTC അല്ലെങ്കിൽ B.Ed ഒക്കെ എടുത്തവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം നല്ലൊരു ഗവൺമെന്റ് ജോലി, അതും അധ്യാപകൻ. ഏതൊരു ഗവൺമെന്റ് ജോലിക്കാരും ആഗ്രഹിക്കുന്നതാണ് ഒരു അധ്യാപകനാവുക. ഞാനൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഗവൺമെന്റ് ജോലിയിൽ ഏറ്റവും മികച്ചത് അധ്യാപക ജോലി എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടേതായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൽ നിങ്ങൾ സഫലീകരിച്ചിരിക്കുക. ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേർന്ന് കുറേ അധികം പേര് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. ഇനിയും ഒത്തിരി പേര് അറിയിക്കാനുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻട്രിയെ അറിയിക്കണം. ഞങ്ങളെ എൻട്രിയിലോ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധാ ഓൺലൈൻ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഗോൾഡിലൂടെ ഒക്കെ ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്നേഹം ഞങ്ങളോടൊപ്പം പങ്കുവെച്ചിരിക്കണം. കാരണം ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങളുടെ ആ ഓരോ സ്നേഹത്തോടുള്ള സാറേ എനിക്ക് ഇന്ന റാങ്ക് കിട്ടി സാറേ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. എനിക്ക് എടുത്തു പറയേണ്ടത് ഈ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടവരോടാണ്. തീർച്ചയായിട്ടും കുറച്ച് പേര് ഔട്ടാവും, കുറച്ച് പേര് ഇന്നാവും. നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ചിലപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ടും ഔട്ടായി കാണും. ചിലപ്പോൾ സമയത്തെ ടെൻഷൻ കാരണം, അല്ലെങ്കിൽ എല്ലാ ഭാഗവും കവർ ചെയ്യാത്ത കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തതിൽ മൈനസ് വരുത്തിയതോ അതൊക്കെ കാരണമായിരിക്കും. അതൊന്നും വിഷമിക്കരുത്. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷ നിങ്ങൾ നേടിയിരിക്കണം. അല്ലാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മേശ വെച്ച് പൂട്ടി വെച്ചിട്ട് വല്ലപ്പോഴും എടുത്തു വെച്ച് നോക്കാൻ വേണ്ടി അല്ലല്ലോ നിങ്ങൾ നേടിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത പരീക്ഷ നിങ്ങൾ നേടണം. നിങ്ങളുടെ തെറ്റുകൾ മാറ്റിക്കൊണ്ടുവരണം. നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ മാറ്റിയിട്ട് ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരും. അതുവരെ നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക. പലരും പലതരത്തിലുള്ള വാക്കുകളൊക്കെ പറയും, എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത് വർഷങ്ങളായെന്നൊക്കെ. അതൊന്നും നോക്കരുത്. നിങ്ങൾ അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് കിട്ടിയിരിക്കുക. അർഹതപ്പെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്നാണ്. അതുകൊണ്ട് ഇപ്പം കുറേ പേര് നല്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. നല്ല റാങ്ക് ലിസ്റ്റ് നേടി അവർ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അടുത്തത് നിങ്ങൾക്കായിരിക്കും. കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യണമായിരിക്കും. അതിൽ വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് സപ്പോർട്ടിനായിട്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോയാൽ ഈ LPST റാങ്ക് ലിസ്റ്റിൽ വന്ന ഓരോരുത്തരോടും എൻട്രിയിലെ ഏതെങ്കിലും രീതിയിൽ യൂട്യൂബ് വഴിയോ ക്ലാസ് വഴിയോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സന്തോഷ വാർത്ത നിങ്ങൾ ഞങ്ങളെ അറിയിച്ചിരിക്കണം. എൻട്രി മീറ്റപ്പ് നിങ്ങൾക്കായിട്ട് ഒരുക്കുകയാണ്. എൻട്രി മീറ്റപ്പ് 5.0 എന്ന് പറയുന്നത് ആകർഷകമായ സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ആ റാങ്ക് കാണാനും അഭിമാനത്തോടൊപ്പം നിങ്ങളോട് കുറച്ച് നേരം ചെലവഴിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. താഴെ കാണുന്ന ഫോൺ നമ്പറിലോ താഴെ കാണുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സന്തോഷം നമുക്ക് നേരിട്ട് പങ്കുവയ്ക്കാം എൻട്രി മീറ്റപ്പ് 5.0 അപ്പോൾ നിങ്ങൾ വരില്ലേ? ഞങ്ങൾ ഉണ്ടാകും.